ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കോഴിക്കോട്ടെ ശനിയല്ലേ, അപ്പൊ നമ്മൾക്ക് കോഴിക്കോട്ട് എങ്ങനെ തയ്യാറാക്കുന്നു നോക്കിയാലോ. നമുക്ക് ആദ്യം തന്നെ കോഴിക്കോട്ടേക്ക് അകത്ത് വെക്കുന്ന ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 150 ഗ്രാം ശർക്കര. ഇനി ഇതിലേക്ക് 1/4 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നമുക്കിത് നന്നായിട്ട് ഇളക്കിയെടുക്കണം. ആ ശർക്കരയെല്ലാം നന്നായിട്ട് ലയിച്ച് വരുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഏകദേശം ഒരു 5-10 മിനിറ്റ് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ശർക്കരപ്പൊടി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ശർക്കര നന്നായിട്ട് ലയിച്ച് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് അരിച്ചെടുക്കാം. കാരണം ചില ശർക്കരയിൽ ചിലപ്പോൾ കരിമ്പിന്റെ മാലിന്യങ്ങളോ അങ്ങനെ വേറെ എന്തെങ്കിലും അവശിഷ്ടങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിച്ചെടുക്കുന്നത്. ഇനി അരിച്ചെടുത്ത ശർക്കര ഒരു പാനിലേക്ക് എടുത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. നമ്മളിനി ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1.5 കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കാം. ഇതിൻ്റെ ഒരു വെള്ളം വറ്റണ വരെ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. വെള്ളം ഓവറായിട്ട് വറ്റിച്ചെടുക്കണ്ട. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടി, അതിനുശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ ചുക്ക് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് നല്ല ജീരകം ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ 1/2 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ നമ്മുടെ ഫില്ലിങ്സ് റെഡിയായി. ഇനി വറുത്തെടുത്ത അരിപ്പൊടി 2 കപ്പ് ഏകദേശം 300 ഗ്രാം ഉണ്ടാവും. ഇനി ഇതിലേക്ക് നമ്മളിത് കുഴച്ചെടുക്കാനായിട്ട് 2 ഗ്ലാസ് വെള്ളം, അതായത് 450 ml, 2 കപ്പ് അരിപ്പൊടിക്ക് 2 കപ്പ് വെള്ളം എന്നൊരളവിൽ എടുത്താൽ മതി. 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ഇത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന പൊടിയിലേക്ക് അല്പാൽപമായി ഒഴിച്ചു കൊടുത്ത് ടീസ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതെല്ലാം കുറേശ്ശെ ചേർത്ത് കൊടുത്ത് ഇളക്കിയെടുത്താൽ മതി. ആ ഒരു ചൂടോട് കൂടി തന്നെ വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇങ്ങനെ ചൂടോട് കൂടി കുഴയ്ക്കുമ്പോഴാണ് നന്നായിട്ട് ഒന്ന് സോഫ്റ്റ് ആയി കിട്ടുക. ഇനി ഇതിലേക്ക് നമ്മൾ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യ് ഇല്ലാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിൽ ആയാലും മതി. ഇനി നന്നായിട്ട് കൈ കൊണ്ട് ചൂടാറിയതിന് ശേഷം ഒരു മിനിമം ചൂടിൽ നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇങ്ങനെ കൈ കൊണ്ട് കുഴയ്ക്കുമ്പോഴാണ് നന്നായിട്ട് ഒന്ന് സോഫ്റ്റ് ആയി കിട്ടുക. ഇനി നമുക്കിതൊന്ന് ഒരേ വലിപ്പത്തിലുള്ള ബോളാക്കി എടുക്കണം. അതിനുശേഷം ഇത് ഓരോന്നെടുത്ത് വിരൽ കൊണ്ട് അമർത്തി ഒരു കുഴി പോലെ ആക്കുക. മാവിന്റെ കനം എല്ലാ സൈഡിലും ഒരുപോലെ ആവണം ഇങ്ങനെ ചെയ്യുമ്പോൾ. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് ആദ്യം നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ്സ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിന്റെ മുകൾ ഭാഗം കവർ ചെയ്യുക. എന്നിട്ട് നമ്മളിത് റൗണ്ട് ആക്കി എടുക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ പൊട്ടിപ്പോകാതെ റൗണ്ട് ആക്കാൻ നോക്കുക. അതിനുശേഷം ഇതേപോലെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന എല്ലാ ബോളും എടുക്കുക. ഇനി നമുക്ക് ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കണം. അങ്ങനെ എല്ലാം റെഡിയാക്കിയിട്ട് നമ്മൾ സ്റ്റീം ചെയ്തെടുക്കാൻ പോവുകയാണ്. ഏകദേശം ഒരു 12 മിനിറ്റ് നേരം ഇത് മൂടി വെക്കണം. അതിനുശേഷം 2-3 മിനിറ്റ് നേരം തീ ഓഫ് ആക്കിയതിന് ശേഷം ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇനി നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കാം. അപ്പൊ അങ്ങനെ നമ്മുടെ ഇവിടെ കോഴിക്കോട്ടെ റെഡി ആയിട്ടുണ്ട്. വളരെ സ്വാദിഷ്ടവും അതുപോലെ തന്നെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ എല്ലാവരും